പ്രതിപക്ഷ പാർട്ടികൾ പറയുന്ന ഓരോ കാര്യങ്ങളും മോദി അവതരിപ്പിക്കുമ്പോൾ അത് മറ്റൊരു കാര്യമാകും. യഥാർത്ഥത്തിൽ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് മാത്രമല്ല, സാമാന്യ മര്യാദയ്ക്ക് പോലും നിരക്കാത്ത ദുർവ്യാഖ്യാനങ്ങളാണ് മോദി നടത്തുന്നത്. പട്ടികജാതി OBC വിഭാഗങ്ങളുടെ സംവരണം പിടിച്ചുപറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ എവിടെയുമില്ല. പക്ഷെ മോദി ആവർത്തിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. അമേരിക്കയിലെ പാരമ്പര്യ സ്വത്ത് നികുതിയെ അനുകൂലിച്ച് കോൺഗ്രസ് നേതാവ് സാം പിത്രോദ സംസാരിച്ചത് മോദി വ്യാഖ്യാനിച്ചപ്പോൾ കോൺഗ്രസ് വന്നാൽ സ്ത്രീകളുടെ കെട്ടുതാലി പൊട്ടിച്ചെടുക്കുമെന്നായി. തെക്കേ ഇന്ത്യക്കാർ ദക്ഷിണാഫ്രിക്കക്കാരെ പോലെയെന്ന് പിത്രോദ പറഞ്ഞതിനോട് നമുക്കാർക്കും യോജിക്കാനാവില്ല. എന്നാൽ ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതിയാക്കുന്നതിനെ കോൺഗ്രസ് എതിർത്തത് തൊലിനിറവും പിന്നാക്ക പശ്ചാത്തലവും ഒക്കെ കൊണ്ടാണെന്ന് തെളിഞ്ഞുവെന്നായി മോദിയുടെ വളച്ചൊടിക്കൽ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് പോകാതിരുന്ന പ്രതിപക്ഷ പാർട്ടിക്കാർ രാമനും ഹിന്ദുക്കൾക്കും എതിരാണെന്ന് പറഞ്ഞു തുടങ്ങിയ BJP പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിന് ബാബറി പൂട്ടിടുമെന്നാണ് ഇപ്പോൾ പ്രസംഗിക്കുന്നത്. രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുമ്പോൾ അല്ലറ ചില്ലറ വളച്ചൊടിക്കലുകളൊക്കെ നടത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും സ്വാഭാവികമെന്ന മട്ടിൽ നമ്മൾ അത് കണ്ടു കഴിഞ്ഞു. എന്നാൽ അതുക്കും മീതെ ദുർവ്യാഖ്യാനത്തിന്റെ എല്ലാ അതിരുകളും ലംഘിച്ച് വിഷം തുപ്പുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ മിണ്ടാട്ടം മുട്ടി നിൽക്കുകയാണ്. എന്തുകൊണ്ടാവും നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരവാദിത്തരഹിതമായി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടർച്ചയായി ശ്രമിക്കുന്നത്? മോദി സർക്കാരിന്റെ ചെയ്തികളിലേക്ക് വന്നാൽ സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ മാറ്റിയത് യഥാർത്ഥത്തിൽ ആരാണ്? സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പിന്നോക്കാവസ്ഥ കണക്കിലെടുത്ത് ഭരണഘടനാനുസൃതമായി നൽകി പോരുന്ന സംവരണത്തിലേക്ക് 10% സാമ്പത്തിക സംവരണം ഉൾപ്പെടുത്തി പിന്നാക്ക OBC വിഭാഗങ്ങളുടെ അവസരം കുറച്ചു കളഞ്ഞത് യഥാർത്ഥത്തിൽ മോദി സർക്കാരാണ്. സച്ചാർ സമിതി പുറത്തു കൊണ്ടുവന്ന കണക്കുകളും ശുപാർശകളും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി മോദി ആണയിട്ട് പറയുന്നത്. 50% എന്ന പട്ടിക വിഭാഗ OBC സംവരണ പരിധി എടുത്തു കളയുമെന്ന് പറയാൻ മോദിക്കും BJPക്കും ധൈര്യമുണ്ടോ എന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം പ്രസക്തമാക്കുന്നതും ഇവിടെയാണ്. മോദി ഭരിച്ച കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കെട്ടുതാലി പൊട്ടിച്ചില്ലെങ്കിലും അത് പണയം വെക്കേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ടെന്ന് ശരാശരി വീട്ടമ്മമാർ പറയും. സർക്കാരിൽ നിന്ന് കിട്ടിപ്പോന്ന സബ്സിഡികൾ ഓരോന്നായി നിർത്തിക്കൊണ്ടിരിക്കുന്നു. പാചകവാതക സബ്സിഡി, വളം സബ്സിഡി എന്നിവയൊക്കെ ഉദാഹരണം. അസംസ്കൃത എണ്ണവിലയുടെ കയറ്റിയിറക്കങ്ങൾ ബാധകമല്ലാതെ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലകൾ 3 അക്കവും കടന്നു നിൽക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതായത് എയർ ഇന്ത്യ അടക്കം ടാറ്റ അടക്കമുള്ള മുതലാളിമാരുടെ കയ്യിലാണ്. വിമാനത്താവളങ്ങൾ പലതും അദാനിയുടെ പോക്കറ്റിലും. വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവയൊക്കെ ജനത്തെ ഞെരുക്കുകയാണ്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഭിന്നമായി തെരഞ്ഞെടുപ്പ് കളത്തിൽ മോദി ഫാക്ടർ ഇല്ലാത്തതിന് പിന്നിൽ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണ് മോദി അതിരു കടന്ന പരിധി വിട്ട പ്രസംഗങ്ങൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മുതലാക്കാനും ശ്രമിക്കുന്നത്. സംഘപരിവാറിന്റെ വാട്സാപ്പ് കേന്ദ്രങ്ങൾ അതിനു പോലും അവസരമില്ലാത്ത വെറും പാവങ്ങളും നിരക്ഷരമായ ഉൾനാടൻ വോട്ടർമാരിലേക്കുമാണ് മോദി ഈ ദുർവ്യാഖ്യാനം കുത്തിവെക്കുന്നതെന്ന് കാണാം. കെട്ടുതാലി കൊണ്ടുപോകും, സംവരണം പിടിച്ചുപറിക്കും തുടങ്ങിയ തെറ്റായ വിവരങ്ങൾ യുക്തിസഹമായ പരിശോധനയില്ലാതെ ആശങ്കയോടെ ഏറ്റുവാങ്ങുന്ന വലിയൊരു ജനസഞ്ചയം ഇന്നും രാജ്യത്തുണ്ട്. UPയിലെയും ബീഹാറിലെയും മധ്യപ്രദേശിലെയും ഒക്കെ ജാതിയും മറ്റും കൂടിക്കുഴഞ്ഞ ചെറുഗ്രാമങ്ങളിൽ വർഗീയ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ പ്രസരിപ്പിക്കാൻ സംഘപരിവാറിന്റെ ശക്തമായ ശൃംഖലകൾക്ക് സാധിക്കുമെന്ന് നമുക്ക് ഓർക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നോക്കുകുത്തിയാക്കി നിരന്തരം നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ അടക്കം കൗശലങ്ങളുടെ പുതിയ രൂപങ്ങൾ ഇനി അങ്ങോട്ടുള്ള 3 ആഴ്ചകളിൽ BJP പുറത്തെടുത്തേക്കാം. നമുക്കറിയാവുന്ന തന്നെ കാരണങ്ങളാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിച്ചേ മതിയാകൂ. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാതി പിന്നിട്ട് 4ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കെ തുടക്കത്തിലെ ബലഹീനതകൾ വിട്ട് ശക്തി ആർജിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞത് BJPയെ തെല്ല് ഭയപ്പെടുത്തുന്നുമുണ്ട്.